ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ലെനിയ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പൊ ആ തക്കം നോക്കി ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു കാര്യം പറയാനായിട്ട് വന്നതുമാണ്. അപ്പോൾ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഒരു പഴനി പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ പാർട്ട് 1 മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താക്കണ്ണ കുറേ ദിവസമായിട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട്, പക്ഷേ ഇവന് പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കേ. അത് രാവിലെ നീച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മോനെ കൊണ്ട് ഇതാക്കുന്നത് മുടി വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവനക്ക് നേർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ അവനും ഏട്ടനും ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും ഇന്ന് മുട്ടയാവും കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഏട്ടനും ഞാനും മോനും കൂടി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവാണ് കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇതാക്കുന്ന അവിടെ എത്തിയിട്ടോ മുട്ട അടിക്കാനായിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഇരിക്കുന്നത്. ഏട്ടനും മോനും കൂടി കേട്ടോ ഇരുന്ന് മുട്ടടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ആദ്യം തന്നെ മോൻ്റെ മുടിയാണ് കേട്ടോ മുട്ടടിക്കുന്നത്. എന്താവുന്നതെന്നാണ് അറിയില്ല. അപ്പോൾ ആളിപ്പോൾ ഒരു പ്രശ്നമൊന്നും കാട്ടുന്നില്ല. അപ്പോൾ ഇതാക്കണം ഇങ്ങനെ മുടി മുറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോന് കരയാൻ അങ്ങ് തുടങ്ങിയിട്ട് എനിക്കാണെങ്കിൽ എടുക്കാനും വയ്യ. അവന് മുടിയൊക്കെ മുറിച്ച് ആളെ നിൽക്കില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ അച്ഛന് എന്തൊക്കെയോ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവന് ഏകദേശം ഒരു കരച്ചിലൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ്റെ മുടിയൊക്കെ മുറിച്ച് ഞാൻ അങ്ങ് വാങ്ങിയിട്ടോ. പിന്നെ അതാ ഏട്ടൻ്റെ മുടി മുറിക്കാനായിട്ട് ഏട്ടൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏട്ടൻ മുടി മുറിച്ച് കഴിയട്ടെ കേട്ടോ. രണ്ടുപേരും മൊട്ടായിട്ട് കാണിച്ചു തരാം. അച്ഛനേ വാവ, അച്ഛനേ വാവ, അച്ഛനേ വാവ. അച്ഛനും മോനും ഇതാക്കുന്ന മൊട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞങ്ങൾ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നേരത്താണ് മുണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ മല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ മുണ്ട് വാങ്ങാൻ പോയി. ഇതാ മുണ്ടൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തലയിൽ മഞ്ഞ് കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കുളിയും കഴിഞ്ഞിട്ടോ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴാണ് ഏട്ടന് പറഞ്ഞത് ഷർട്ട് മാറ്റണം, കാരണം തലയിലൊക്കെ കളബം തേക്കാറുള്ളതാണ്. ആ ഷർട്ടിൽ മുഴുവാവുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് കളബൊക്കെ തേച്ച് പോകാനുള്ള പരിപാടിയിലേക്ക് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കളബം തേക്കട്ടെ. അപ്പോൾ ഇപ്പോൾ സമയം 4-4:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ, എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് വേണം മല കയറാനായിട്ട് പോകാൻ കേട്ടോ. മോൻ്റെ തലയിലും കളബൊക്കെ തേച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ താഴത്തെ അമ്പലത്തിൽ വെച്ചിട്ട് അവിടെ നിന്നൊരു പ്രസാദമോ എന്തോ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം. ഞങ്ങൾ കുറേ വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് മല കയറാൻ നേരത്ത് എന്തായാലും ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചെത്തിയിട്ട് കാണാം കേട്ടോ.
ആ 20 റുപ്യ നോക്കി ഞങ്ങൾക്ക് മുല്ലപ്പൂ വാങ്ങി തരുമോ? ഞങ്ങൾ മുരുകനെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏട്ടാ ഇവിടെ ഇവിടെ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങൾ മല ചവിട്ടി തിരിച്ചെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഘോഷയാത്ര കണ്ടത്. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ആണ് കേട്ടോ ഞാനിതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഞാനൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ട്രെയിൻ വരാൻ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വേഗം ധൃതി പിടിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴാണ് ട്രെയിൻ കുറച്ച് നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ട്രെയിനിന് കാത്തു നിന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി ട്രെയിൻ വരുവോളം കാത്തു നിൽക്കണം കേട്ടോ. ഞങ്ങൾ ട്രെയിനിനായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് കൂടെ വേറെ ഏതൊക്കെയോ ട്രെയിനുകൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിനും കാത്ത് ഞങ്ങളിങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ട്രെയിനിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് പാലക്കാട് വരെയുള്ള ട്രെയിൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവിടുന്ന് മാറി കയറണം കേട്ടോ. അതെല്ലാം കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇപ്പം പാലക്കാട് നിന്നൊക്കെ വണ്ടി കയറി ഞങ്ങൾ തിരൂരിൽ എത്തിയിട്ടോ. അപ്പോൾ ചെറിയ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും തിരൂരെത്തി ഞങ്ങൾ ഇനി ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റാ.